കെ.യു.ൻ്റെ ജില്ലാ സെക്രട്ടറി സാൻജോസിനെ കാരൂട്ടം ക്യാമ്പസിൽ വെച്ച് എസ്.എഫ്.ഐയുടെ ഒരു സംഘം ഗുണ്ടകൾ ഒരു ഹോസ്റ്റലിലേക്ക് വലിച്ചു കയറ്റുകയും അവിടെ അതിക്രൂരമായിട്ടുള്ള ആക്രമണം അഴിച്ചുവിടുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. ഇന്നും കേരളത്തിൻ്റെ ക്യാമ്പസുകളിൽ അല്ലെങ്കിൽ ഹോസ്റ്റൽ കേന്ദ്രീകരിച്ചിട്ട് എസ്.എഫ്.ഐയുടെ വലിയ മാഫിയ സംഘങ്ങൾ അല്ലെങ്കിൽ ഗുണ്ടാ സംഘങ്ങൾ വലിയ അഴിഞ്ഞാട്ടം നടത്തുന്നു എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിട്ട് സാൻജോസിൻ്റെ ഈ സംഭവം ഇവിടെ നിൽക്കുകയാണ്. ഒരു ക്യാമ്പസിൽ വലിയ മനുഷ്യാവകാശ ലംഘനങ്ങൾ അല്ലെങ്കിൽ ക്യാമ്പസുമായിട്ട് ബന്ധപ്പെട്ട ഹോസ്റ്റലുകളിൽ വലിയ മനുഷ്യാവകാശ ലംഘനങ്ങൾ കഴിഞ്ഞ കുറേയേറെ നാളുകളായിട്ട് നടക്കുന്നുണ്ട് എന്ന് നിരന്തരം കെ.എസ്.യു ഉന്നയിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം, 2-3 മാസക്കാലം മുമ്പ് വെറ്റിനറി സർവകലാശാലയിൽ വെച്ച് സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ അതിക്രൂരമായ രീതിയിൽ 3 ദിവസം പീഡനങ്ങൾക്ക് ഇരയാക്കി, ഭക്ഷണം കൊടുക്കാതെ, വെള്ളം പോലും കൊടുക്കാതെ വലിയ ആക്രമണങ്ങൾക്ക് ഇരയാക്കി മരണത്തിലേക്ക് തള്ളിവിട്ട ഒരു സാഹചര്യമുണ്ട്. അതിന് സമാനമായിട്ടുള്ള രീതിയിൽ ഇവിടെ തിരുവനന്തപുരം ജില്ലയിലെ ഇവിടെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലായിക്കോട്ടെ, യൂണിവേഴ്സിറ്റി കോളേജിലായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ മറ്റ് ക്യാമ്പസുകളിൽ ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ചിട്ട് വലിയ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നുണ്ട്. അതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ കേരളത്തിൽ ഉയർന്നു വരേണ്ട സാഹചര്യമുണ്ട്. ഇതിനെ ഒരു ചെറിയ സംഭവമായി നോക്കിക്കാണാൻ കെ.എസ്.യു കരുതുന്നില്ല. ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള കെ.എസ്.യുവിൻ്റെ ജില്ലാ ഭാരവാഹികളും അവിടുത്തെ യൂണിറ്റ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം ഇവിടെയുണ്ട്. അപ്പോൾ ഒരു കാര്യം മാത്രം ഞങ്ങൾക്ക് എസ്.എഫ്.ഐയോട് പറയാൻ ഞങ്ങൾ പറയുകയാണ്. ഇത്തരത്തിലുള്ള ഉമ്മാക്കി കാണിച്ചുകൊണ്ട് കെ.എസ്.യുവിനെയോ കെ.എസ്.യുവിൻ്റെ സംഘടനാ പ്രവർത്തനത്തെയോ നിങ്ങൾക്ക് തടയിടാൻ സാധിക്കില്ല. വലിയ പ്രതിരോധവും പ്രതിഷേധവും കേരളത്തിലെ ക്യാമ്പസുകളിൽ ഉയർന്നു വരും. ഈ തിരിച്ചടി, നിരന്തരമായിട്ടുള്ള തിരിച്ചടി കേരളത്തിലെ ക്യാമ്പസുകൾക്ക് എസ്.എഫ്.ഐക്ക് ഉണ്ടായിട്ടും അവർ അതിൽ നിന്നൊന്നും പാഠം ഉൾക്കൊള്ളുന്നില്ല. ഒറ്റപ്പാലം മുൻ എം പിയുടെ മകനാണ് ഇതിന് ഓർഡർ കൊടുക്കുന്നത്. ഈ കെ.എസ്.യുവിൻ്റെ ജില്ലാ സെക്രട്ടറിയെ ക്യാമ്പസിലേക്ക് വലിച്ചഴിച്ച്, ഇവിടെ റിനി ഉൾപ്പെടെയുള്ള കെ.എസ്.യുവിൻ്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ക്യാമ്പസിലെ യൂണിറ്റ് പ്രസിഡന്റ് കൂടിയാണ്. അവരുടെ സാന്നിധ്യത്തിൽ വെച്ചിട്ടാണ് ഈ പറയുന്ന ജില്ലാ സെക്രട്ടറിയെ അവിടേക്ക് ഹോസ്റ്റലിലേക്ക് വലിച്ചു കൊണ്ടുപോയിട്ട് അവിടെ ഉത്തരവിടുകയാണ്. അതിക്രൂരമായിട്ടുള്ള മർദ്ദനങ്ങൾക്കാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും അടിയന്തരമായിട്ട് പോലീസ് ഈ വിഷയത്തിൽ ഇടപെടലുകൾ നടത്തി കുറ്റക്കാരായിട്ടുള്ളവരെ അതിൽ നിയമത്തിൻ്റെ മുൻപിലേക്ക് കൊണ്ടുവരണം. ഇല്ലെങ്കിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് കെ.എസ്.യു നേതൃത്വം കൊടുക്കാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം.